നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതിക്ക് വേണ്ടി KPMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം സാധ്യതയുള്ള വിവിധ പ്രദേശങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച മൂൺലൈറ്റ് വാക്ക് വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായി. കല്ലൂർക്കാട് കോട്ട റോഡിൽ വെച്ച് നടത്തിയ സംസ്ഥാന റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പോലീസ് പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധ നടപടികൾക്കെതിരെയും തൊടുപുഴ സിവിൽ സ്റ്റേഷൻ പടിക്കലേക്ക് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് PJ അവിര അധ്യക്ഷത വഹിച്ചു. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ ജനനേതാക്കളെയും കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസിനെയും DYFI ഗുണ്ടകളെ ഉപയോഗിച്ച് അപായപ്പെടുത്തുവാനും കള്ളക്കേസുകളിൽ പെടുത്തുവാനുമുള്ള കേരളത്തിലെ മാർക്സിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ ആകമാനം തച്ചുടയ്ക്കുന്ന, തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം കേരളത്തിൽ ഒരു പത്രപ്രസ്താവന പോലും നടത്താൻ പറ്റാത്ത രീതിയിൽ, വാർത്തകൾ പോലും എഴുതാൻ പറ്റാത്ത രീതിയിൽ, മാധ്യമ പ്രവർത്തകരെ പോലും കൂച്ചുവിലങ്ങിട്ട് കേസെടുത്ത് അവരെ കൽത്തുറങ്കിലടയ്ക്കാനുള്ള നടപടികളുമായി പോകുന്ന പിണറായി വിജയനെ നമുക്ക് കാണാൻ കഴിയും. ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ഈ കൊച്ചു കേരളം മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. നയാ പൈസ ഇല്ലാത്ത, ഒരു നയാ പൈസ പോലും ഖജനാവിലില്ലാത്ത ഒരു ഗവൺമെന്റ്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു പൈസ പോലും നീക്കിവെക്കാൻ കഴിവില്ലാത്ത ഒരു ഗവൺമെന്റ്, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ്, നാടാകെ അക്രമവും അനീതിയും പോലീസിന്റെ പീഡനങ്ങളും ബലാത്സംഗം ചെയ്യുന്ന ആളുകൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹായം, ഇങ്ങനെയുള്ള പോക്സോ കേസിലെ പ്രതികൾ മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് മറ്റാളുകളെ ഉപദ്രവിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇങ്ങനെ എല്ലാ രീതിയിലും നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു ഭരണ സംവിധാനം ഫാസിസ്റ്റ് മാതൃകയിൽ ഈ നാട്ടിൽ നടമാടുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PJ അവിര അധ്യക്ഷത വഹിച്ചു. ഷിബിലി സാഹിബ്, NA ബെന്നി, TJ പീറ്റർ, VE താജുദ്ദീൻ, ജാഫർ ഖാൻ മുഹമ്മദ്, ജോയി മൈലാടി, മനോജ് കോക്കാട്ട്, റോബിൻ മൈലാടി, പത്മാവതി രഘുനാഥ്, ഫ്രാൻസിസ് കുറുന്തോട്ടി, ജിജി അപ്രേം, ജിജി വർഗീസ്, സുരേഷ് രാജു എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ സെബാസ്റ്റ്യൻ മാത്യു, സജയ് കുമാർ, രാജേഷ് ബാബു, MH സജീവ്, ഷൈജ ജോമോൻ, മാർട്ടിൻ ജോസഫ്, S ഷാജഹാൻ, സാജൻ ചെമ്മിനിക്കാട്ട്, ബിജോയ് ജോൺ, ബിലാൽ സമദ്, സിബി ജോസഫ്, സജി ചെമ്പകശ്ശേരി, ശാലിനി ശശി, P പൗലോസ്, ടോണി കുര്യാക്കോസ്, PV അച്ചാമ്മ, ബിന്ദു ദിനേശ്, മുനീർ CM എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടിപ്പെരിയാറിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതിക്ക് വേണ്ടി KPMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി PM വിനോദ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുക, കോടതി വിധി റദ്ദു ചെയ്യുക, കേസ് CBIക്ക് വിടുക, SC/ST ആക്ട് അനുസരിച്ച് കേസെടുക്കുക, കൃത്യവിലോപം നടത്തിയ പോലീസുകാരെ പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KPMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പൈനാവിൽ നിന്നും ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുമ്പിൽ പോലീസ് തടഞ്ഞു.
തുടർന്ന് നടന്ന ധർണാ സമരം KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി PM വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് രണ്ട് നീതിയാണ് നടക്കുന്നതെന്നും സമ്പന്നർക്ക് മാത്രം ജീവിക്കാവുന്ന അവസ്ഥയിലാണ് നീതി നടപ്പാക്കുന്നതെന്നും PM വിനോദ് പറഞ്ഞു. ആ കേസിന്റെ സാങ്കേതികമായ വശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്ത് സമ്പന്നർക്ക് മാത്രം ജീവിക്കാവുന്ന തരത്തിലേക്കൊരു സംവിധാനമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്. പിന്നെ പട്ടികജാതി എന്ന് മാത്രം വിമർശിക്കേണ്ട കാര്യമില്ല. പിന്നോക്ക ജനവിഭാഗങ്ങളായാലും പട്ടികജാതി ജനവിഭാഗങ്ങളായാലും നീതി രണ്ട് തരത്തിലാണ് വിതരണം ചെയ്യപ്പെടുന്നത്. KPMS ജില്ലാ പ്രസിഡന്റ് ഉല്ലാസ് കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. V. ബാബു, KP സുരേഷ് കുമാർ, MK പുഷ്കരൻ, വൈക്കം വിനോദ്, നിള ബിജു, CC ശിവൻ, VK പുഷ്പൻ എന്നിവർ പ്രസംഗിച്ചു. നിരവധി KPMS പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം സാധ്യതയുള്ള വിവിധ പ്രദേശങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച മൂൺലൈറ്റ് വാക്ക് വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായി. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലുള്ള അരുവിപ്പാറ വ്യൂ പോയിന്റിൽ നിന്നും ചന്ദ്രൻ ഉദിച്ച സമയത്ത് ആരംഭിച്ച നടത്തം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം സാധ്യതയുള്ള വിവിധ പ്രദേശങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച മൂൺലൈറ്റ് വാക്ക് വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായി. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലുള്ള അരുവിപ്പാറ വ്യൂ പോയിന്റിൽ നിന്നും ചന്ദ്രൻ ഉദിച്ച സമയത്ത് ആരംഭിച്ച നടത്തം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. നയനാനന്ദരമായ ഗ്രാമീണ ഭംഗി നിലാവെളിച്ചത്തിൽ ആസ്വദിച്ച് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ സംഘം ഇടയ്ക്ക് വിശ്രമിച്ചും സംഘാടകർ ഒരുക്കിയ ലഘുഭക്ഷണങ്ങൾ കഴിച്ചും 8.5 കിലോമീറ്റർ സഞ്ചരിച്ച് രാത്രി 10:30 അവസാന പോയിന്റായ ചെപ്പുകുളം ഇരുകല്ലും പാറയിലെത്തി. വെള്ളിയാമറ്റം പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന ഇരുകല്ലും പാറയിൽ മൂൺലൈറ്റ് വാക്കിൽ പങ്കെടുത്തവർക്കായി രാത്രി ഭക്ഷണവും ആസ്വാദനത്തിനായി ഗോത്രവർഗ കലാരൂപമായ കോലാട്ടം കളിയും നാടൻ പാട്ടുകളും സംഘാടകർ ഒരുക്കിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രവീന്ദ്രൻ, വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന രവീന്ദ്രൻ, ശാന്തമ്മ ജോയ്, സുലേഷ സലീം, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീമോൾ ഷിജു, രമ്യ അജീഷ്, അൽഫോൺസ കെ മാത്യു, ജിൻസി സാജൻ എന്നിവർ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് ഉടുമ്പന്നൂർ ടൗൺ, CBA ചീനിക്കുഴി, TRAC ചീനിക്കുഴി തുടങ്ങിയ NGOകളുടെ സഹകരണത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരമൊരു നൂതന സംരംഭത്തിന് തുടക്കം കുറിച്ചത്. മൂൺലൈറ്റ് വാക്ക് ഒരു പുതിയ അനുഭവമായിരുന്നുവെന്നും ഉടുമ്പന്നൂരിന്റെ ഗ്രാമ സൗന്ദര്യം സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെത്തിക്കാൻ ഈ പ്രോഗ്രാം സഹായകരമായെന്നും നിലാവെളിച്ച നടത്തത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പ്രോഗ്രാം കോർഡിനേറ്റർ KV ഫ്രാൻസിസ്, കൺവീനർ TG മോഹനൻ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. കല്ലൂർക്കാട് കോട്ട റോഡിൽ വെച്ച് നടത്തിയ സംസ്ഥാന റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരള സൈക്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് SS സുധീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കല്ലൂർക്കാട് കോട്ട റോഡിൽ വെച്ച് നടത്തിയ സംസ്ഥാന റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. ഇടുക്കി ജില്ലയ്ക്കാണ് 2ാം സ്ഥാനം. ഡീൻ കുര്യാക്കോസ് MP മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് പ്രതീക്ഷ വെക്കാവുന്ന ഒരു മത്സര ഇനമായി അന്താരാഷ്ട്ര തലത്തിൽ വരെ വളരെ നല്ല നിലയിൽ പെർഫോം ചെയ്യാൻ പറ്റാവുന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. സൈക്ലിംഗ് രംഗത്ത് നല്ല നിലവാരത്തിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നു. അതിനൊക്കെ സൈക്ലിംഗ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള അത്യപൂർവമായിട്ടുള്ള പിന്തുണ ഞാൻ ഈ ദിവസം പ്രത്യേകമായി സ്മരിക്കുകയാണ്. സൈക്ലിംഗ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ എല്ലാവരും ഇവിടെയുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് മൗണ്ടൈൻ സൈക്ലിംഗ് ഒക്കെയായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ നിരവധിയായ മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അതെല്ലാം അതിൽ പങ്കെടുക്കാനും ഒക്കെ തന്നെ എനിക്ക് കഴിഞ്ഞിരുന്നു. ഈ ഒരു നിലയിലുള്ള ഒരു മത്സരം, ഒരു ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിൽ വരുന്നത്. ഇത് തന്നെയാണെങ്കിലും നമ്മുടെ ഈ മേഖലയിൽ ഈ ഒരു നിലയിലേക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് എത്തിച്ചേർന്നതിൽ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. അതിന് മനസ്സ് കാണിച്ച സൈക്ലിംഗ് അസോസിയേഷന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരള സൈക്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് SS സുധീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാരായ സണ്ണി സെബാസ്റ്റ്യൻ, GB AK, മെമ്പർമാരായ ജോർജ് ഫ്രാൻസിസ്, ഷൈനി ജെയിംസ്, ബാബു മനയ്ക്കപ്പറമ്പിൽ, പ്രേമലത പ്രഭാകരൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി, വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി, കേരള സംസ്ഥാന സൈക്ലിംഗ് അസോസിയേഷൻ ഭാരവാഹികളായ B. ജയപ്രസാദ്, N. രവീന്ദ്രൻ, വിനോദ് കുമാർ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർലി കുര്യൻ,
സെക്രട്ടറി AP മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളിൽ മീര MR, അധീന ബിജു, നേഹ D അനീഷ് എന്നിവരും, ആൺകുട്ടികളിൽ അമാൻ മിൻഷാള, അഭിദേവ് കൃഷ്ണ, മോഷോ M വർഗീസ് എന്നിവരും, അണ്ടർ 16 ഗേൾസ് വിഭാഗത്തിൽ സേതുലക്ഷ്മി VB, അനക്സിയ മരിയ, തോമസ്, പ്രിയാമണി KR എന്നിവരും, ബോയ്സ് വിഭാഗത്തിൽ അമൽജിത് B, വൈഷ്ണവ് S, ക്രിസ് മാത്യു തുടങ്ങിയവരും, 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളിൽ ഡിവിന ജോയ്, കാർത്തിക AK, അലാനിസ് ലില്ലി എന്നിവരും, ആൺകുട്ടികളിൽ അഥർവ അശോക് പാട്ടീൽ, അവിനാഷ് ശ്രീധർ, ഹുനൈഫ് P എന്നിവരും, 23 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളിൽ അദ്വൈത് ശങ്കർ, പ്രണയ് S നായർ, സാൽവിൻ VJ, വിമൺ എലൈറ്റ്, ബിനില മോൾ GB, അർച്ചന S, ആദിത്യ രതീഷ്, മെൻ എലൈറ്റ് ആഷിഫ് N, ഗോകുൽ L, അഖിലേഷ് K എന്നിവരാണ് 1, 2, 3 സ്ഥാനങ്ങൾ നേടി വിജയിച്ചത്. ഓവറോൾ ജേതാക്കളായ തിരുവനന്തപുരം, റണ്ണറപ്പായ ഇടുക്കി ജില്ലാ ടീമുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ട്രോഫികൾ സമ്മാനിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 250ഓളം സൈക്ലിസ്റ്റുകൾ വാശിയേറിയ ഈ ദീർഘദൂര സൈക്ലിംഗ് മത്സരത്തിൽ പങ്കാളികളായി. ജനുവരി 7 മുതൽ കർണാടകയിലെ ബിജാപൂരിൽ വെച്ച് നടത്തുന്ന ദേശീയ റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചവർക്ക് പങ്കെടുക്കാം. ന്യൂസ് ബ്യൂറോ, കല്ലൂർക്കാട്. കല്ലാർകുട്ടി റേഷൻ കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കും വിധം കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകെ ഇപ്പോൾ കടത്തുവള്ളം ഉപയോഗിച്ച് ആളുകൾ അക്കരെ ഇക്കരെ എത്തുന്ന ഭാഗത്ത് തൂക്കുപാലം നിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തി ആർജിക്കുന്നു. ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടാൽ അത് കല്ലാർകുട്ടിയെയും സമീപ മേഖലയെയും വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വലിയ കരുത്താകുമെന്നാണ് വാദം. ഇതിനൊപ്പം നായ്ക്കുന്ന് മേഖലയിലെ ആളുകൾക്ക് കല്ലാർകുട്ടിയിലേക്ക് സുഖവുമായി എത്താനുള്ള യാത്രാ മാർഗവും ഒരുങ്ങും. കല്ലാർകുട്ടി റേഷൻ കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിധം കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകെ ഇപ്പോൾ കടത്തുവള്ളം ഉപയോഗിച്ച് ആളുകൾ അക്കരെ ഇക്കരെ എത്തുന്ന ഭാഗത്ത് തൂക്കുപാലം നിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിനാണ് വീണ്ടും ശക്തി ആർജിക്കുന്നത്. കുട്ടികളും പ്രായമായവരും സ്ത്രീകളുമൊക്കെ ജലാശയത്തിന് കുറുകെ യാത്ര ചെയ്യുന്നത് ഈ വള്ളത്തിൽ കയറിയാണ്. മഴക്കാലത്ത് യാത്ര കൂടുതൽ ക്ലേശകരമാകും. രാവിലെയും വൈകുന്നേരവും സ്കൂൾ കുട്ടികളടക്കം ഇങ്ങനെ യാത്ര ചെയ്യുന്നു. കാൽനടയാത്ര സാധ്യമാകും വിധം ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചാൽ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്ന് ആളുകൾ പറയുന്നു. ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഈ കടത്തില്ലാതെ ഇങ്ങനെ ഈ പഞ്ചായത്ത് വെള്ളം ഇങ്ങനെ കടന്നു വന്ന് മടുത്ത് നമുക്കൊരു പാലില്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെടപ്പെട്ടിരിക്കുന്നു. ഒരു കൃഷിക്കാരനായിട്ട് ഇവിടെ ജീവിക്കാൻ ഞാൻ മഴക്കില്ലാത്തതുകൊണ്ട് ജീവിക്കണം. അപ്പോൾ അതിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്നൊരു അവസരമാണ് ഞങ്ങളുടെ ജീവിതം. അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. മഴയത്ത് 350 ദിവസമില്ല വെള്ളം, അല്ലാതെ വേറൊരു മാർഗമില്ല. ഈ വെള്ളം കിടക്കാതെ ഇവിടെ ഒരു 100-200 പേര് ഇതിൽ കടന്നു പോകേണ്ട സ്ഥിരം ഒരു വെള്ളക്കട വരും. പക്ഷേ എല്ലാവർക്കും ആശ്രയം ഈ വെള്ളം മാത്രമേ. അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാരും നോക്കി MLA MP കൂടെ ഒന്ന് നോക്കിയിട്ട് പോലും ആവശ്യപ്പെട്ട് നോക്കിയിട്ട് പോലും അവരൊന്നും അതിൻ്റെ നടപടികൾ മുമ്പോട്ട് സ്വീകരിക്കുന്നില്ല. അതതിൻ്റെ കാരണം. ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടാൽ അത് കല്ലാർകുട്ടിയെയും സമീപ മേഖലകളുടെയും വിനോദസഞ്ചാര സാധ്യതയ്ക്കും കരുത്താകും. ഇഞ്ചത്തൊട്ടിയിലും കാഞ്ഞിരവേലിയിലും അയ്യപ്പൻ കോവിലിലുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളുടെ മാതൃകയിൽ കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകെയും തൂക്കുപാലം നിർമ്മിക്കാനാകുമെന്നാണ് വാദം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടും തുടർ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു. വിവാഹ വാർഷികം ആഘോഷിച്ചു. കാളിയാർ സെന്റ് മേരീസ് ഹൈസ്കൂൾ 1978 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ ജോയി മോളി ദമ്പതികളുടെ വിവാഹ വാർഷികം ആഘോഷിച്ചു. വണ്ണപ്പുറം മർച്ചൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ നിരവധി സഹപാഠികളും ബന്ധുക്കളും ആശംസകളുമായി പങ്കുചേർന്നു. കാളിയാർ സെന്റ് മേരീസ് ഹൈസ്കൂൾ 1978 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ മുള്ളംകുത്തി കാട്ടുവളിയിൽ ജോയി മോളി ദമ്പതികളുടെ 36ാമത് വിവാഹ വാർഷികം ആഘോഷിച്ചു. വണ്ണപ്പുറം മർച്ചൻസ് ഹാളിൽ നടന്ന ലളിതമായ ചടങ്ങിൽ നിരവധി സഹപാഠികളും ബന്ധുക്കളും ആശംസകളുമായി പങ്കുചേർന്നു. വിശിഷ്ട അതിഥി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു കുന്നത്തുശ്ശേരി, ഗ്രൂപ്പ് അഡ്മിൻസ് രാധാകൃഷ്ണൻ, സുഗു TK, അവിരാൻകുട്ടി KJ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ ജോയി കാട്ടുവള്ളി, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മോളി, അവരുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് ഏതാണ്ട് 36 വർഷം പിന്നിടുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമാണ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയിൽ ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. അതുകൊണ്ട് കാട്ടുവള്ളി ജോയിക്കും മോളിക്കും കാട്ടുവള്ളി ജോയിയുടെ മക്കൾക്കും എല്ലാം ആശംസകളും ഇന്ന് ഞങ്ങൾ നേരുകയാണ്.
ജോയി ഇങ്ങനൊരു പരിപാടി അറേഞ്ച് ചെയ്തതിൽ ഞാൻ എൻ്റെ നന്ദി ജോയിക്ക് അറിയിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ജോയി ചേട്ടനും മോൾ ചേച്ചിക്കും എല്ലാ വിഭാഗ മംഗളാശംസകളും നേർന്നുകൊണ്ട് ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ജോയി മോളി ദമ്പതികൾ നന്ദി പറഞ്ഞു. എല്ലാവരും വളരെ കൃത്യതയോടെ ഇവിടെ എത്തിച്ചേരുകയും ഞങ്ങളെ വിഷ് ചെയ്യുകയും ചെയ്ത എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഈ ഗ്രൂപ്പിൽ പങ്കാളികളായിട്ടുള്ള എൻ്റെ 75ഓളം പങ്കാളികൾ നമ്മുടെ കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരിലെ എൻ്റെ 75% പേരും എനിക്ക് മെസ്സേജൊക്കെ അയച്ച് വളരെ നല്ല രീതിയിൽ ആശംസകൾ അർപ്പിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുകയും നമ്മുടെ ഗ്രൂപ്പിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്ത നമ്മുടെ എല്ലാ പ്രിയ കൂട്ടുകാരെയും ഓർക്കുന്നു. ന്യൂസ് ഡെസ്ക്, വണ്ണപ്പുറം. പോലീസ് പെൻഷൻകാരുള്ള സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെയും കേരളത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധ നടപടികൾക്കെതിരെയും തൊടുപുഴ സിവിൽ സ്റ്റേഷൻ പടിക്കലേക്ക് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സൂര്യകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. KPPA ജില്ലാ പ്രസിഡന്റ് PA തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധ നടപടികൾ അവസാനിപ്പിക്കുക. 9ാം ശമ്പള കമ്മീഷനിൽ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിഷേധിക്കപ്പെട്ട 4ാം ഗ്രേഡ് ആനുകൂല്യം അനുവദിക്കുക, മെഡിസെപ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 2 ഗഡുവും അനുവദിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, കോടതികളിൽ സാക്ഷികളായിരുന്ന പെൻഷൻകാർക്ക് TA, DA ഇവ നേരിട്ട് നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തിയത്. തൊടുപുഴ സിവിൽ സ്റ്റേഷൻ പടിക്കലേക്ക് നടത്തിയ പ്രതിഷേധം SSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സൂര്യകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സർവകലാശാലകൾ താറുമാറാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവർണർ നടത്തുന്ന നടപടികളെക്കാളും അതിക്രൂരമായ രീതിയിൽ ആ നടപടികൾ മുന്നോട്ട് പോകും. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, നമ്മുടെ പെൻഷൻ എല്ലാ മാസവും 1-ാം തീയതി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ 1-ാം തീയതി ലഭിക്കുന്ന പെൻഷൻ പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവും. നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതാകും. മാത്രമല്ല, ഏറ്റവും പെട്ടെന്ന് ഇവർക്ക് കൈവയ്ക്കാൻ കഴിയുന്നത് പെൻഷനെയും ശമ്പളത്തെയും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട TM തോമസ് ഐസക്, നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പോലെയുള്ള അടിയന്തരാവസ്ഥ കേരളത്തിലേക്ക് വരുന്നത് തടയാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ വളഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആക്രമിച്ചാലും കിട്ടാനുള്ള യാതൊരു സാമ്പത്തിക ആനുകൂല്യങ്ങളും അനുവദിച്ചില്ലെങ്കിൽ പോലും കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുക എന്ന സന്ദേശവുമായി മുമ്പോട്ട് പോവുകയാണ്. KPPA ജില്ലാ പ്രസിഡന്റ് PI തങ്കച്ചൻ അധ്യക്ഷനായി. KPPA സംസ്ഥാന പ്രസിഡന്റ് KK ജോസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK സുഗു, NK ജോസഫ്, സോമൻ പിള്ള, തൊടുപുഴ മേഖലാ സെക്രട്ടറി വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് നരനായാട്ട് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു. KPCC അംഗം KP ഉസ്മാൻ വിമോചന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് നരനായാട്ട് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയും ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചത്. KPCC അംഗം AP ഉസ്മാൻ വിമോചന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നവകേരള സദസ്സ് 40 ദിവസക്കാലം നടന്നപ്പോൾ കേരളമാകെ ചുടലക്കളമായി മാറിയിരിക്കുന്നു. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കാലഘട്ടത്തിൽ നിലനിന്നതുപോലെ ഭരണകൂട ഭീകരത അതിലേറ്റവും വിവത്സമായ രൂപത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാരനെ കടന്നാക്രമിക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. നവകേരള സദസ്സുമായി ലക്ഷ്യമാക്കി ജാഥ ആരംഭിച്ചപ്പോൾ കേരളീയ സമൂഹം ആ ജാഥയുടെ നായകരോടും കേരളത്തിലെ ഗവൺമെൻറ്റിനോടും ഉയർത്തിയ ഏറെ സുപ്രധാനമായൊരു ചോദ്യമുണ്ട്.
എന്തിനു വേണ്ടിയാണ് നവകേരള സദസ്സ്? നവകേരള സദസ്സ് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചപ്പോൾ 40 ദിവസങ്ങൾക്കുമപ്പുറം കേരളീയ സമൂഹത്തോട് പറഞ്ഞത് ജനങ്ങളുടെ ആവലാതികൾ കേൾക്കുവാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ, അവരുടെ ഹൃദയനൊമ്പരങ്ങൾ ഏറ്റുവാങ്ങുവാൻ കേരളത്തിലെ മന്ത്രിസഭ തന്നെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നാണ് നമ്മളൊക്കെ കേട്ടത്. ഫാസിസ്റ്റ് മനസ്സോടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നതെന്ന് യോഗത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷനായി. PV സ്കറിയ, ജോർജ് തോമസ്, ഹാപ്പി കെ വർഗീസ്, ജോൺ സി ഐസക്, PA സജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനാചരണം ഇടുക്കിയിൽ സംഘടിപ്പിച്ചു. ഇടുക്കി DCC ഓഫീസിൽ ചേർന്ന ജന്മദിന സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനാചരണം ഇടുക്കിയിൽ സംഘടിപ്പിച്ചു. ഇടുക്കി DCC ഓഫീസിൽ ചേർന്ന ജന്മദിന സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 138 പ്രവർത്തന വർഷം പൂർത്തിയായ സാഹചര്യത്തിൽ 139ാം ജന്മദിനാഘോഷമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്നത്. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ മുഖ്യ സന്ദേശം നൽകി. ഒരു കുട്ടിയുടെ തൂങ്ങി മരണം ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടായ സമയത്ത് തന്നെ ഇതിന്റെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കണമെന്ന് സ്ഥലം MLA നേരിട്ട് ഇടപെട്ട് പറഞ്ഞതിന്റെ വിഷ്വലും വീഡിയോയും നമ്മുടെ ഇരിക്കുകയാണ്. അതെന്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചത്? ആരുമായിട്ട് എക്സോർവൈ ഒരു ഈ പ്രായം പറഞ്ഞൊരു പെൺകുട്ടി മരിച്ചാൽ ഇന്നത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് അസ്വാഭാവിക മരണം ഏത് പ്രായത്തിലുള്ളവർ നടന്നാലും പോസ്റ്റ്മോർട്ടം കമ്പൽസറി ആണെന്നിരിക്കെ എന്തിനു വേണ്ടി നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചു? ആരും പറയുള്ളൂ. എന്റെ MLA എന്നതിലേക്ക് എന്നൊരു എത്രയോ പേരെന്ന് പറയുന്നു. വളരെ പച്ചയായ നമുക്കറിയാവുന്ന വീടുകളിൽ നടക്കുന്ന മരണം, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ടവർ, അവരെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവാണ്. അവർ വന്ന് പറഞ്ഞാൽ പോലും ഇന്നത്തെ പോലീസിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ പറ്റാമെന്നാണ് നിയമം എന്നിരിക്കെ എന്തിനു വേണ്ടി നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചു? 2 പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കറിയാം. ഇടതുപക്ഷക്കാരനാണ്. ഇവരെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ ആളുകളെ മുഴുവൻ സംരക്ഷിക്കുന്ന, പച്ചയായി പരസ്യമായി ജനങ്ങളെ വെല്ലുവിളിച്ച് സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമുള്ള പാർട്ടിയാണ് CPM. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, KPCC അംഗം AP ഉസ്മാൻ, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ, മറ്റ് പ്രധാന നേതാക്കളായ അഡ്വക്കേറ്റ് MN ഗോപി, അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, PV സ്കറിയ, AK മണി, ബാബു P കുര്യാക്കോസ് ഉൾപ്പെടെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാഞ്ഞിരമറ്റം ആവണി തിരുവാതിര സംഘാംഗങ്ങളും തെക്കുംഭാഗം ചുരുളി ഭാഗത്തെ നിരവധി കുടുംബങ്ങളും ചേർന്ന് തിരുവാതിര ഉത്സവം സംഘടിപ്പിച്ചു. തിരുവാതിരയിലെ വിവിധ ഇനങ്ങളായ പിന്നൽ തിരുവാതിര, കോലുകളി, കൈകൊട്ടിക്കളി എന്നിവയും ഭജനയും ഒരുക്കിയിരുന്നു. വ്രതാനുഷ്ഠാനത്തോടെ സ്ത്രീകൾ തിരുവാതിര നാൾ ആഘോഷിച്ചു. വിവിധ ക്ഷേത്രങ്ങളിലും വീട്ടുമുറ്റത്തും തിരുവാതിര കളിയും സംഘടിപ്പിച്ചു. കാഞ്ഞിരമറ്റം ആവണി തിരുവാതിര സംഘങ്ങളും തെക്കുംഭാഗം ചുരുളി ഭാഗത്തെ നിരവധി കുടുംബങ്ങളും ചേർന്ന് നടത്തിയ തിരുവാതിര ഉത്സവം ശ്രദ്ധേയമായി. कृष्ण राधिका पते नंदनंदन कृष्ण मिणिपते गरुड़ वाहना कृष्ण गोपिका पते शरण मोहना कृष्ण प्रभु सत्यते സന്യാസി ശ്രേഷ്ഠനോടേവം ചൊന്ന നാളിക സംഭവ പുത്രനെന്നു വാരി കേളി വിരുദ്ധ മഹാമുനിന്ദ്രൻ നാളികരോചനൻ തന്റെ ഈ വണ്ണം ശ്രീനാരദൻ കൂപ്പി സ്തുതിച്ചു.
ചുരുളി വീട്ടിൽ സിന്ധു പ്രകാശിന്റെ വീട്ടിലാണ് തിരുവാതിര ഉത്സവം ആഘോഷിച്ചത്. തിരുവാതിരയിലെ വിവിധ ഇനങ്ങളായ പിന്നൽ തിരുവാതിര, കോൽകളി, കൈകൊട്ടിക്കളി എന്നിവയും ഭജനയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അലങ്കാർ മൾട്ടി സൂപ്പർ ഷോപ്പ് മൂലക്കോടത്ത് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. KMA നിസാർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ഇന്റീരിയർ ഡെക്കറുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭിക്കും. അലങ്കാർ മൾട്ടി സൂപ്പർ ഷോപ്പ് മുതൽക്കോടം അലങ്കാർ ഫർണിച്ചർ മാളിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. KMA നിസാർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഗിഫ്റ്റ് ഐറ്റംസ്, പ്രസന്റേഷൻ സെറ്റുകൾ, ചവിട്ടി, പ്ലാസ്റ്റിക് ഐറ്റംസ്, പ്ലാസ്റ്റിക് പൂക്കൾ, ക്രോക്കറി ഐറ്റംസ്, ഇന്റീരിയർ ഡെക്കറുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ഇവിടെ ലഭിക്കും. ഉദ്ഘാടനം പ്രമാണിച്ച് നോൺ സ്റ്റിക് പാത്രങ്ങൾ, കാസറോൾ എന്നിവ 1-1 സൗജന്യമായി ലഭിക്കും. കൂടാതെ 5 ലിറ്റർ പ്രഷർ കുക്കറിന് 3 ലിറ്റർ പ്രഷർ കുക്കറും ഫ്രീ ആയി നൽകുന്നു. ഈസ്റ്റേൺ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നവാസ് മീരാൻ, ഷെറിൻ നവാസ്, വാർഡ് കൗൺസിലർ മാത്യു, മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ, TC രാജു തറണിയിൽ, ജമാൽ മുഹമ്മദ്, ഡോക്ടർ പോൾ കെ എബ്രഹാം തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതിക്ക് വേണ്ടി KPMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി.
ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം സാധ്യതയുള്ള വിവിധ പ്രദേശങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച മൂൺലൈറ്റ് വാക്ക് വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായി. കല്ലൂർക്കാട് കോട്ട റോഡിൽ വെച്ച് നടത്തിയ സംസ്ഥാന റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പോലീസ് പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധ നടപടികൾക്കെതിരെയും തൊടുപുഴ സിവിൽ സ്റ്റേഷൻ പടിക്കലേക്ക് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.